സ്ഥിരമായിട്ട് ഷോർട്സും റീൽസും കാണുന്ന കുട്ടികളാണോ നിങ്ങളുടേത്? എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. ഇങ്ങനെ സ്ഥിരമായിട്ട് കുറേ സമയം റീൽസും ഷോർട്സും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? റീസെന്റ് ആയിട്ട് നടത്തിയ സ്റ്റഡികളിലെല്ലാം പറയുന്നത് ഇങ്ങനെ സ്ഥിരമായിട്ട് റീൽസും ഷോർട്സും കാണുന്ന കുട്ടികളിലെ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ ക്രിയാത്മകത, അതുപോലെ ചിന്താശേഷി ഇതെല്ലാം നഷ്ടപ്പെടുന്നു. ഇതുമൂലം തന്നെ പല കുട്ടികളിലും സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വരുന്നു. അതുപോലെ തന്നെ കാഴ്ചശക്തിയും അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം പല കുട്ടികളുടെയും പാരന്റ്സ് ഇത് കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം കുഞ്ഞുങ്ങൾ കരഞ്ഞു വാശി പിടിക്കുമ്പോൾ അവരുടെ വാശി മാറ്റാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ പിന്നിൽ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കുമല്ലോ. അപ്പൊ ഈ കാര്യം നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്നത്തെ കുട്ടികളിൽ നിന്നും ഈ ഒരു മൊബൈൽ അഡിക്ഷൻ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അതിനുവേണ്ട ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുക്കണം. പതിയെ പതിയെ ആ ഒരു സമയം കുറച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ.